ഹലോ മച്ചന്മാരെ, ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊരു പൊതിച്ചോറ് കഴിക്കും. കുറേ നാളായി ഞാൻ ഒരു പൊതിച്ചോറ് കഴിച്ചിട്ട്. അപ്പം ഞാനും ആൻസി അമ്മയുണ്ട്. അമ്മയും ആൻസിയും കൂടെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും കുറച്ച് സഹായിച്ചു. അപ്പോൾ ഇനി പാക്കിങ്ങിൻ്റെ സമയമാണ്, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെന്തായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ താഴോട്ട് പോകാം, എന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ താഴെ എത്തിയതിനു ശേഷം ആഴ്ച ചോറ് വെച്ച് മതി ചോറ് അത്ര മതി. അടുത്ത ഓരോ കൂട്ടാനൊക്കെ പോയി അവിയൽ വെച്ചു. അടുത്തെന്താ തോരൻ, പയറ് തോരൻ. അടുത്ത് ഉറക്കെ പറ, കേട്ടില്ല. അടുത്ത് പൊരിച്ച മീന്. ഒന്നും കൂടെ. അടുത്ത് ഞാൻ ഹാഫ് ബോയിൽഡ് മുട്ട, എനിക്ക് അതാ ഇഷ്ടം. മാങ്ങ കണി. ഇനി ഇത്രയും വെച്ചു. ഇനി കറിയും പപ്പടം ഉണ്ട്, അത് വേറൊരു പാത്രത്തിലെടുക്കാം. ഇപ്പൊ പൊതിയാണ്. പപ്പടം കൂടെ എടുത്ത്, പിന്നെ ഒരു മോര് കാച്ചിയതും കൂടെ എടുത്തു. അപ്പോൾ മച്ചാന്മാര്, നമ്മള് പൊതിഞ്ഞൊക്കെ വെച്ചു. ഇനി നമ്മൾ ഒരു സ്ഥലത്ത് പോയിരുന്നാണ് കഴിക്കുന്നത്. ആ സ്ഥലം പോണ വഴിക്ക് കാണിച്ചു തരാം. ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയിരുന്ന് കഴിക്കുക. ഇഷ്ടംപോലെ പേര് അവിടെ പോയിരുന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിരുന്ന് കഴിക്കാം. അപ്പോൾ ഈ അടച്ചു വെച്ച പൊതി സെറ്റാവും. ഇപ്പോഴേ വായിൽ വെള്ളം ഊറുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. ഗൈസ്, എങ്ങനെ പോകാൻ വേണ്ടി നമ്മൾ വണ്ടി എടുത്ത് അയച്ചു വാ. അങ്ങനെ നമുക്ക് പോകാം. ആ സ്ഥലം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഗൈസ്, എന്തുണ്ട് വിശേഷം? കുറച്ച് ദിവസമായി നമ്മൾ സംസാരിച്ചിട്ട്. അങ്ങനെ എൻ്റെ വീഡിയോസ് അങ്ങനെ വലുതായിട്ട് ആരും കാണുന്നില്ല. അത് കുഴപ്പമില്ല, ഇനി സെറ്റായി കാണുമായിരിക്കും. എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. നോക്കാം. ഞാൻ അങ്ങനെ വലിയ കണ്ടന്റ് ഒന്നും ഇടുന്നില്ല, ചെറിയ ചെറിയ കണ്ടന്റുകൾ മാത്രമാണ് ഇടുന്നത്. എനിക്ക് വലിയ കണ്ടന്റുകളൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം കിട്ടില്ല. അതാണ് വേറൊരു വിഷയം. നോക്കാം നമുക്ക്. ഇപ്പൊ നമ്മൾ നേരെ പോണത് കഴിക്കാൻ വേണ്ടിയാണ്. ആ സ്ഥലം കാണിച്ചു തരാം. ഇനി നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണിച്ചു തരാം. അവിടെ എത്തിയിട്ട് ബൈ. ഹലോ മച്ചന്മാരെ, അപ്പം നമ്മൾ എത്തിയെന്ന് വെച്ചാൽ വവ്വാമൂലയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി. അവിടുത്തെ വ്യൂ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇല്ല, ഒരു സെക്കൻഡ് തിരിച്ചോട്ടെ. എങ്ങനെയുണ്ട് വൈബ്? അത്രക്കൊന്നുമില്ല, നമ്മൾ കഴിക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ട്. പറ, ഇപ്പൊ എന്താ ചൂടെടുക്കുന്നത്?
കാണാനുള്ള പക്ഷെ നല്ല ചൂട്. സൂപ്പർ അല്ലേ വൈബ്? മുമ്പ് ഇത്ര ചൂട് നമ്മള് വന്നപ്പോഴൊന്നും കണ്ടിട്ടില്ല. ചൂണ്ടയും എടുത്തോണ്ടിരുന്നു. അങ്ങനെ നമ്മളിവിടെ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് നമ്മളെ ഫുഡൊക്കെ എടുത്ത് വെക്കാണ്. ഇങ്ങനെ നമ്മളെ പൊതിച്ചോറ് നല്ല മണം വരുന്നുണ്ട് കേട്ടാ, അടിപൊളി മണം വരുന്നുണ്ട്. ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ ഇവിടെ ഇരുന്ന് കഴിക്കാൻ. മീൻകറിയൊക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് അപ്പോഴേ ചോറ്, തോരൻ, അതും ശകലം ചമ്മന്തി എല്ലാം വെച്ചിട്ട് ഒരു ശകലം മുട്ട വറുത്തതുണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ എടുത്ത്, അയ്യോ അത് അവിയൻ്റെ കഷ്ണമാണ്. ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ അമ്മച്ചി എന്റെ പാചകം ഒരു രക്ഷയില്ല കേട്ടോ. കുറെ നാളത്തെ ഇതാണ്, ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. അപ്പോഴേ ഇനി കൊതി പിടിപ്പിക്കുന്നില്ല, നമ്മൾ ഇത്രയും കഴിച്ചിട്ട് അടുത്ത ഇതിൽ വരാം. ഒരു പപ്പടവും അരിശാല മോരേറി എടുത്ത് വെച്ച പൊരിച്ച മീനും, അങ്ങനെ മതി. പൊരിച്ച മീനും അവിയലും ആ മുട്ട വറുത്തതും ഒരു കഷ്ണം ചമ്മന്തിയാണ് അതിൻ്റെ, അതും ഇതെല്ലാം വെച്ചിട്ട് ഐസ്. സ്വർഗം മാമ, സ്വർഗം. പിന്നെ ഇവിടുത്തെ വൈബ് കാറ്റും കൂടെ ആകുമ്പോൾ ഇത് കഴിച്ച ഉടനെ ഇവിടെ കിടന്ന് ഉറങ്ങണം. അതാണ് ഇനി അടുത്ത പ്ലാൻ. അത്രയ്ക്ക് സെറ്റാണ് ഇവിടെ ആണെങ്കിലേ. ഒരു നിങ്ങൾ ഇതേപോലെയൊക്കെ ഫുഡൊക്കെ കൊണ്ടുവച്ച് വൈകിട്ടായാലും ഉച്ചയ്ക്കായാലും വന്നിരുന്ന് കഴിക്കണം. അപ്പോഴേ ആ ഫീൽ അറിയോ. അപ്പം ഇനി കഴിച്ചിട്ട് വരാം. നമ്മൾ തിന്നതിൻ്റെ ബാക്കി ഏതോ ഒരു ചെറുക്കൻ തരുന്നു. കൂടെ കാക്കയും വരുന്നുണ്ട് കേട്ടോ പിന്നെ. ഹലോ മച്ചമരെ, അപ്പോൾ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഇനി ഇവിടെ ഇഴഞ്ഞാറ്റ പോവാ. അതുകൊണ്ട് നമ്മൾ ഇനി ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിച്ചിട്ട് നമ്മള് കുറച്ച് വൈബൊക്കെ അടിച്ചിട്ടാണ് ഇനി പോകുന്നത്. ഭയങ്കര കാക്ക ശല്യം കണ്ടോക്കെ. കാറ്റ് അടിപൊളി കാറ്റാണ് കേട്ടോ. ഞാൻ തന്നെ ഇവിടെ ഫ്രണ്ടില് രക്ഷയില്ലാത്ത കാറ്റാണ്. നിങ്ങള് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഇവിടെ ഇതാണുള്ള കാറ്റ്. നല്ല കാറ്റാണ്. ഈ ചൂട് സമയത്ത് വീട്ടില് ഫാനിന്റെ മൂട്ടിരിക്കുന്നേക്കാളും ഇവിടെ വന്ന് കുറച്ചു നേരം ഇരുന്ന് കഴിച്ച് എന്നിട്ട് ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ കുടിച്ചിട്ട് പോകണം കേട്ടാ. മച്ചന്മാരെ, നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് 2-3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചുമ്മാ ഇടുന്നതാണ് ഓരോ വീഡിയോസും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.